നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കലൂരിൽ തെരുവുനായ ആക്രമിച്ചതിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അനാവശ്യ പ്രതിഷേധമെന്ന ആരോപണം. തൊടുപുഴ ഈസ്റ്റ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി ദേശീയഗാന മത്സരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയതലത്തിൽ സംയുക്ത കിസാൻ മോർച്ചയും 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സംയുക്തമായി ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പ്രതിഷേധത്തിന്റെ ഭാഗമായി തൊടുപുഴയിലും പ്രതിഷേധം നടത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെയും US പ്രസിഡന്റിന്റെയും കോലം കത്തിച്ചു. സ്കൂളിന് മുന്നിലൂടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന ആവശ്യവുമായി മുതലക്കോടം സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കത്തോലിക്ക കോൺഗ്രസ് മുതലക്കോടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വാൻ 25 എന്ന പേരിൽ വാക്കത്തോൺ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. കലൂരിൽ തെരുവുനായ ആക്രമിച്ചതിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അനാവശ്യ പ്രതിഷേധമെന്ന് ആരോപണം. കല്ലൂർക്കാട് പഞ്ചായത്തിലെ കലൂരിലുണ്ടായ സംഭവത്തിൽ തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് അനാവശ്യമാണെന്ന് പ്രസിഡന്റ് ഗ്രേസി തോമസ് പ്രതികരിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രസിഡന്റ് ഓഫീസിലില്ലാത്ത സമയം കസരയിൽ വാഴവെച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് കല്ലൂർക്കാട് പഞ്ചായത്തിൽ നായയുടെ ആക്രമണം ഉണ്ടായത്. തുടർന്ന് ആക്രമണമുണ്ടായവർ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി. കുമാരമംഗലം ഭാഗത്തു നിന്നും വന്ന നായയാണ് ആക്രമണം നടത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. തെരുവുനായയുടെ ആക്രമണത്തെ തുടർന്നാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിഷേധം നടന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രസിഡന്റിന്റെ കസേരയിൽ വാഴ വെച്ചിട്ട് പോവുകയും ചെയ്തു. ഇതിനെതിരെ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് രംഗത്തെത്തി. കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്ത് നായ ഇറങ്ങിയതിന് കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റാണ് ഉത്തരവാദിയെന്ന് ഗ്രേസി തോമസ് ചോദ്യമുയർത്തി. അലഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നിയമങ്ങൾ കൊണ്ടുവരികയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതും നിയമം നടപ്പിലാക്കേണ്ടതും ചെയ്യേണ്ടതാണ്. നായ ആക്രമണത്തിന്റെ വിവരമറിഞ്ഞ ഉടനെ താനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ പോലും എല്ലാ സംഭവം നടന്നത് കല്ലൂർക്കാട് പഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നത്. അതിൻ്റെ പേരിലാണ് ഞാൻ വന്നപ്പോൾ എൻ്റെ ചെയറിലിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ചെയറിൽ ഒരു വാഴ ഇരിക്കുന്ന ദൃശ്യമാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വാഴ വെക്കണമെങ്കിൽ അവർ എത്രയോ മോശക്കാരാണ്, ഡിവൈഎഫ്ഐക്കാർ പ്രവർത്തകർ താഴെ നിൽപ്പുണ്ടാകും. ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ് എന്നോട് പറയുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്യും എന്ന് ഞാൻ ഓർത്തില്ല. എന്നിട്ട് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുക എൻ്റെ മുറിയിൽ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ അപമാനിക്കാവുന്ന ഏറ്റവും വളരെ ഹീനമായ രീതിയിൽ അവരുടെ പെങ്ങന്മാരോ അവരുടെ അമ്മയോ ആയിരുന്നെങ്കിൽ ചെന്നിട്ട് പോകുമായിരുന്നു. ഇത് അവരുടെ വീട്ടിലാണെന്ന് നടക്കുകയോ ചെയ്യുമോ അതങ്ങനെ? ഒരു സ്ത്രീ, ഞാനൊരു സ്ത്രീയാണ്. രാവിലെ വീട്ടിൽ നിന്നും പൊതുപ്രവർത്തനമായിട്ട് പഞ്ചായത്തിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ്റെ വർക്കുകൊണ്ട് ഇലക്ഷൻ ഹിയറിങ്ങും സംഭവം എല്ലാം നടക്കുന്നു. ആ സമയത്തും എല്ലാ ജോലികൾക്കും നേതൃത്വം നൽകി നടക്കുന്നത്. എന്ത് പരാതിയുണ്ടെങ്കിൽ അവിടെയെല്ലാം പോയി ഞങ്ങൾ മെമ്പർമാരും വൈസ് പ്രസിഡന്റും എല്ലാം ഒപ്പം ഉണ്ടാവുന്നു. പോയി പരാതികൾക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ വേണ്ടി പോകുന്നത്. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നത്, അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിലേക്കോ മറ്റു ആവശ്യങ്ങൾക്കല്ല നടക്കുന്നത്. പക്ഷേ ഇത്തരം വളരെ മോശമായ രീതിയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ അപമാനിക്കാവുന്ന ഏറ്റവും നീചമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഹീനമാണ്. ഞാൻ ഉടനെ തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്തു വന്നാലും എന്തും ചെയ്യാം, സംസാരിക്കാം, വാക്കുകൾ സംസാരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യാൻ പാടില്ല. ഞാൻ ജനപ്രതിനിധിയല്ലേ, പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജലക്ടർ ആയ ഒരു വ്യക്തിയാണ് ഞാൻ. അതൊരു ലേഡിയാണ്. അപ്പം എനിക്ക് പരിമിതികളിൽ നിന്ന് ഞാൻ ചെയ്യാറില്ല. പട്ടിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പട്ടിയെ പിടിച്ച് നമുക്ക് കൊല്ലാനോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ നമുക്ക് സർക്കാർ നിർദ്ദേശിക്കുന്നില്ല. ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ചെയറിൽ കൊണ്ടുവന്ന് പഞ്ചായത്ത് പ്രസിഡന്റായ എൻ്റെ ചെയറിൽ ഇത് വാഴ വെച്ചിട്ട് കൊണ്ടുപോയത് വളരെ മോശമാണ്. അതിനെ എന്ത് വന്നാൽ ഞാൻ എൻ്റെ എതിർത്ത് ഞാൻ കേസ് പോകും. പക്ഷേ ഒരു സ്ത്രീയായ ജനപ്രതിനിധി ആ കസേരയോടുള്ളൊരു ബഹുമാനം പോലും കാണിക്കാതെ ആ കസേരയിൽ വാഴ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹീനമായ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും മോശമായൊരു നിലപാട് സ്വീകരിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഇവിടെ അടുത്ത പഞ്ചായത്തിൽ നിന്ന് ആന വന്നു. ഈ ആന വന്നപ്പോഴും അവർ ഡീൻ കുര്യാക്കോസ് എം പി പരനാറി എന്നുള്ള രീതിയിലാണ് കുറ്റവാളി വിളിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് ഈ ആനയെ ഓടിച്ച് വിടാൻ വേണ്ടി വൈകുന്നേരം വരെ ആനയുടെ പുറകെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിനോടും DFI കാണാൻ വേണ്ടി ഞങ്ങൾ ആ സമയത്ത് ചെന്നു. അപ്പം അന്ന് ഡീൻ വളരെ സജീവമായിട്ട് ആനയെ ഓടിക്കാൻ മുന്നേ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് അവമാനിക്കുന്നതിനെ പോലെ തന്നെ അടുത്ത പഞ്ചായത്തിൽ പട്ടി കഴിച്ചതിൻ്റെ പേരിൽ
കുമാരമംഗലം പഞ്ചായത്തിൽ കൊണ്ട് വാഴ വയ്ക്കുക എന്നുള്ള നിലപാട് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ പോലും അത് ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ലജ്ജാകരമായ ഒരു കാര്യമാണ്. ഇത്തരം നിലപാടുകളുമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകുന്നത് തീർത്തും തെറ്റാണ്. അത് ശക്തമായ പ്രതിഷേധം. തിരിച്ച് ഓഫീസിൽ പോലും കയറാതെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയവരെ സന്ദർശിച്ചതായും ഗ്രേസി തോമസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഈസ്റ്റ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് 15-ന് വിദ്യാർത്ഥികൾക്കായി ദേശീയ ഗാന മത്സരം നടത്തുമെന്ന് പ്രസിഡന്റ് സാബു എ മാത്യു, സെക്രട്ടറി ടെൻസിംഗ് പോൾ, ട്രഷറർ ഏലിയാസ് പി മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15-ന് രാവിലെ 10:30 ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗം ലയൺസ് ഇന്റർനാഷണൽ റീജിയണൽ കോർഡിനേറ്റർ പ്രൊഫസർ സാംസൺ തോമസ് ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ ഡിവൈഎസ്പി പി കെ സാബു, ന്യൂമാൻ കോളേജ് ബർസാർ ഫാദർ ബെൻസൺ ആന്റണി, ലയൺസ് ക്ലബ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. തൊടുപുഴ ഈസ്റ്റ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി ദേശീയഗാന മത്സരം നടത്തും. 15-ന് രാവിലെ 10:30 ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗം ലയൺസ് ഇന്റർനാഷണൽ റീജിയണൽ കോർഡിനേറ്റർ പ്രൊഫസർ സാംസൺ തോമസ് ഉദ്ഘാടനം ചെയ്യും. ക്ലബ്ബ് പ്രസിഡന്റ് സാബു എ മാത്യു അധ്യക്ഷത വഹിക്കും. തൊടുപുഴ ഡിവൈഎസ്പി പി കെ സാബു സമ്മാനദാനം നിർവഹിക്കും. ന്യൂമാൻ കോളേജ് ബർസാർ ഫാദർ ബെൻസൺ എൻ ആന്റണി, ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ ഷൈജൻ സ്റ്റീഫൻ, സോൺ ചെയർമാൻ സി അനിൽകുമാർ, ലയൺസ് ചാർട്ടർ പ്രസിഡന്റ് നോബി സുദർശൻ, പ്രോഗ്രാം കോർഡിനേറ്റർ പി ഷാജു, സെക്രട്ടറി ടെൻസിംഗ് പോൾ, ഏലിയാസ് പി മാത്യു തുടങ്ങിയവർ പ്രസംഗിക്കും. കഴിഞ്ഞ 3 വർഷമായി സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിവരുന്ന ദേശീയഗാന മത്സരത്തിൽ 15ഓളം സ്കൂൾ ടീമുകൾ പങ്കെടുത്തു വരുന്നുണ്ട്. ദേശീയഗാന മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് ലയൺസ് ക്ലബിന്റെ റീജിയണൽ കോർഡിനേറ്റർ പ്രൊഫസർ സാംസൺ തോമസും അധ്യക്ഷത വഹിക്കുന്നത് പ്രസിഡന്റ് സാബു എ മാത്യു ആണ്. യോഗത്തിൽ ട്രഷറർ, സെക്രട്ടറി, തൊടുപുഴയിലെ മറ്റു പ്രമുഖ ലയൺസ് ക്ലബിലെ ലീഡേഴ്സ് എല്ലാവരും പ്രസംഗിക്കുന്നതാണ്. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി അവരെ അനുമോദിക്കുന്നതുമാണ്. 3 വർഷക്കാലമായി ഞങ്ങളിത് തുടർന്ന് നടത്തുന്നതാണ്. ഏതാണ്ട് 15 സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. പ്രസിഡന്റ് സാബു എ മാത്യു, സെക്രട്ടറി ടെൻസിംഗ് പോൾ, ട്രഷറർ ഏലിയാസ് പി മാത്യു എന്നിവർ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേശീയതലത്തിൽ സംയുക്ത കിസാൻ മോർച്ചയും 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സംയുക്തമായി ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പ്രതിഷേധത്തിന്റെ ഭാഗമായി തൊടുപുഴയിലും പ്രതിഷേധം നടത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചു. AIKKMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് രാജീവൻ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കോലം കത്തിക്കലും നടന്നു. ദേശീയതലത്തിൽ സംയുക്ത കിസാൻ മോർച്ചയും 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സംയുക്തമായി ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പ്രതിഷേധ പരിപാടി തൊടുപുഴയിൽ AIKKMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ നടപ്പിലാക്കുക വഴി കടുത്ത പ്രതിസന്ധിയിലായ കാർഷിക മേഖലയെ ഇന്ത്യ-UK കരാർ വഴിയും അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ താൽപര്യാർത്ഥം ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ താരിഫ് വർദ്ധിപ്പിക്കുന്ന നടപടിയും ഇന്ത്യയിലെ കർഷകരെ സമ്പൂർണ്ണമായും തകർച്ചയിലേക്ക് നയിക്കുമെന്നും കർഷകർ ആത്മഹത്യയിൽ അഭയം തേടുന്ന പ്രവണതയെ ഇല്ലായ്മ ചെയ്യാൻ ഒറ്റക്കെട്ടായി സമരപാതയിൽ അണിനിരക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേറ്റുകളുടെ ഗോഡൌണുകൾ ഉപരോധിച്ചുകൊണ്ട് അതുവഴി ശക്തമായ സമ്മർദ്ദം കേന്ദ്ര ഗവൺമെന്റിന് മേൽ ചെലുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ അത് പിൻവലിക്കുവാൻ വേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ആ നിയമങ്ങൾ പിൻവലിച്ചത്. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഭവമാണ്. 700-ലേറെ കർഷകർക്ക് അതിനായി ജീവൻ കൊടുക്കേണ്ടി വന്നു. ഭീകരമായ കാലാവസ്ഥയെ നേരിട്ടുകൊണ്ട്, കോവിഡിനെ നേരിട്ടുകൊണ്ടാണ് കർഷകർ ആ ഉജ്ജ്വലമായ പ്രക്ഷോഭണം നടത്തിയത്. അതിനെ തുടർന്ന് ഈ നിയമങ്ങൾ പിൻവലിച്ചെങ്കിലും വീണ്ടും കർഷകരെ ദ്രോഹിക്കുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. AIUTUC ജില്ലാ പ്രസിഡന്റ് MN അനിൽ അധ്യക്ഷത വഹിച്ചു. AIKKMS സംസ്ഥാന സെക്രട്ടറി N വിനോദ് കുമാർ മുഖ്യപ്രസംഗം നടത്തി. ജില്ലാ നേതാക്കളായ CB മാത്യു, PP എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. PT വർഗീസ്, CR കുഞ്ഞപ്പൻ, ജിമ്മി ജോൺ, ജോമൻ തോമസ്, പ്രഭ JC, ജോയി പുളിയമാക്കൽ, അബ്ദുൽ കരീം തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കോലം കത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്കൂളിന് മുന്നിലൂടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന ആവശ്യവുമായി മുതലക്കോടം സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിക്ക് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വിദ്യാർത്ഥികൾ നിവേദനം നൽകി. ഇതാണ് മുതലക്കോടം പെരുമ്പിളിച്ചിറ റോഡിന്റെ അവസ്ഥ. കാൽനട യാത്ര പോലും ദുസ്സഹം. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിലേക്കും ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എത്തുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കുഴികൾ ചാടി വേണം ക്ലാസ്സിലെത്താൻ. ഇതിനിടെ വാഹനങ്ങളിൽ നിന്നും തെറിക്കുന്ന ചെളിവെള്ളം മിക്കവരുടെയും യൂണിഫോമിലുമാകുന്നു. 3 വർഷമായി ഇതാണ് അവസ്ഥ. അങ്ങനെയിരിക്കെയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകാർക്ക് കോടതി നടപടികൾ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി മുട്ടം കോടതി സന്ദർശിക്കാൻ അവസരം കിട്ടിയത്. പ്രിൻസിപ്പൽ ജഡ്ജിയെയും ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റിനെയും ഒക്കെ കണ്ടു. ഒപ്പം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി NN ജിജിയെയും കണ്ടു. തങ്ങളുടെ സ്കൂളിന് മുന്നിലൂടെയുള്ള റോഡ് നന്നാക്കാൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചുള്ള നിവേദനവും കൈമാറി. എന്തൊരു കഷ്ടപ്പാടാ സ്കൂളിലെത്താൻ, മൊത്തം കുണ്ടും കുഴിയാ. ശരിയാ. നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഉപയോഗിക്കുന്ന വഴിയാണ്. കാലാകാലങ്ങളായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. ഇത്ര മോശമായ ഒരു അവസ്ഥയിലൂടെ കടന്നു വരുമ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ പറയാറുമുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സ്കൂളിലെ SPS കുട്ടികൾ നടത്തുന്ന പ്രയത്നങ്ങൾ അഭിനന്ദനാർഹമാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഓഫീസർ ജിയോ ചെറിയാൻ, ഷിജി ജോസഫ്, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ഷംസ് MS, റസീന KA എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കുട്ടികൾ കോടതി സന്ദർശിച്ചതും നിവേദനം കൈമാറിയതും. കുട്ടികൾ അവർ കാലാകാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് മറ്റൊന്നുമല്ല, അവർ ദിവസേന സ്കൂളിലേക്ക് എത്തുന്ന സ്കൂളിൻ്റെ സമീപത്തുള്ള വഴിയെ പറ്റിയാണ്. വളരെ ദുസ്സഹമാണ് ഈ വഴിയിലൂടെയുള്ള യാത്ര. പലപ്പോഴും കുട്ടികളുടെ മേത്ത് ചെളിവെള്ളം തെറിക്കാറുണ്ട്. കുട്ടികൾ ചാടിക്കടന്നൊക്കെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ വിഷയം ഗൗരവമായി എടുത്തുകൊണ്ട് എത്രയും വേഗം തന്നെ കോടതിയുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ബഹുമാനപ്പെട്ട ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി ശ്രീ സിജി NN സാർ പറയുകയുണ്ടായി. എന്തുതന്നെയായാലും ഇത്രയും ഒരു സാമൂഹികപരമായ വിഷയത്തിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്ത സീനിയർ SPC കേഡറ്റുകളെ അഭിനന്ദിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് മുതലക്കോടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വാൻ 25 എന്ന പേരിൽ വാക്കത്തോൺ സംഘടിപ്പിക്കും. സ്വാതന്ത്ര്യദിനത്തിൽ സംഘടിപ്പിക്കുന്ന വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് എറണാകുളം SP PU കുര്യാക്കോസ് നിർവഹിക്കും. കുന്നത്തു നിന്ന് ആരംഭിച്ച് മുതലക്കോടം സെയിന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അവസാനിക്കും. സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന മയക്കുമരുന്നിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് മുതലക്കോടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാൻ 25 എന്ന പേരിൽ വാക്കത്തോൺ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുതലക്കോടം മേഖലയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹ്യ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് വാക്കത്തോൺ സ്വാതന്ത്ര്യദിനത്തിൽ സംഘടിപ്പിക്കുന്നത്. കുന്നം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് എറണാകുളം SP VU കുര്യാക്കോസ് നിർവഹിക്കും. കുന്നത്ത് നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് സമാപിക്കുന്നത്. വാക്കത്തോണിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോനപ്പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ, സഹവികാരിമാരായ ഫാദർ സ്കറിയ, ഫാദർ ജോസഫ് കാർക്കുന്നേൽ, പ്രൊഫസർ ജോജോ പാറത്തളിക്കൽ, മാത്യു കൊച്ചുപറമ്പിൽ, ജോസഫ് തോട്ടത്തിമേലിൽ എന്നിവർ അറിയിച്ചു. ആഗസ്റ്റ് 15, 2025 വാൻ 25 എന്ന പേരിൽ ലഹരി മയക്കുമരുന്നുകളുടെ ഉപയോഗത്തെ തടയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ നടത്തപ്പെടാൻ പോകുന്ന ഈ ജനകീയ റാലി കുന്നം കവലയിൽ നിന്ന് ആരംഭിച്ച് സെൻറ്റ് ജോർജ് ഹയർ സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിക്കുകയാണ്. ഈ റാലിയിൽ പങ്കെടുക്കുന്നത് ഇവിടെയുള്ള എല്ലാ സ്കൂളുകളുടെയും കുട്ടികളും അധ്യാപകരും മറ്റ് ആളുകളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നു. ഈ റാലിയിലൂടെ ഉദ്ദേശം വയ്ക്കുന്നതും അതുതന്നെയാണ്, ജനത്തെ ബോധവൽക്കരിക്കുക, നാളെ വാഗ്ദാനങ്ങളായ കുട്ടികളെ ഈ അപകടക്കെണിയിൽ നിന്നും രക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ റാലി നടത്തപ്പെടുക.
ഈ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് എറണാകുളം SP ആണ്. ബഹുമാനപ്പെട്ട VU കുര്യാക്കോസ് സാറാണ്. ഈ റാലിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കാനായിട്ട് ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കായിക അധ്യാപകരുടെ നിസ്സഹകരണം മൂലം ഇടുക്കി റവന്യൂ ജില്ലാ സുപ്രത ഫുട്ബോൾ മത്സരങ്ങളിൽ വീഴ്ച സംഭവിച്ചു. വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിരുന്നില്ലെന്നും പണമടച്ച് രജിസ്റ്റർ ചെയ്ത ഒരു ടീമിനെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചില്ലെന്നും ആരോപണം ഉയർന്നു. അധ്യാപകർ വിദ്യാലയേതര പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് പ്രധാന പ്രശ്നം. നാളിതുവരെ ഒരു പരാതിക്ക് ഇടവരാതെ കായിക അധ്യാപകർ ചേർന്ന് വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്ന ഒരു മത്സരമാണ് ഇപ്പോൾ ഈ അവസ്ഥയിലായിരിക്കുന്നതെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു. കായിക അധ്യാപകരുടെ നിസ്സഹകരണം മൂലം ഇടുക്കി റവന്യൂ ജില്ലാ സുബ്രത ഫുട്ബോൾ മത്സരങ്ങളിൽ അപാകതകൾ ഏറെ. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കായിക അധ്യാപകർ വിദ്യാലയേതര പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരമില്ലാത്ത ഒഫീഷ്യൽസിനെ കൊണ്ടുമാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത്. അതും വെറും 3 പേർ മാത്രമാണ് മത്സരം നിയന്ത്രിക്കാനായി ഉള്ളത്. സ്പോർട്സ് മാനുവൽ പ്രകാരം 70 മിനിറ്റ് സമയമാണ് കളി നടത്തേണ്ടത്. എന്നാൽ വെറും 40 മിനിറ്റ് മാത്രമാണ് കുട്ടികളെ കളിക്കാൻ അനുവദിക്കുന്നത്. കൂടാതെ ഗ്രൗണ്ടിൽ മുട്ടൊപ്പം വെള്ളമുള്ളപ്പോഴാണ് കളി നടക്കുന്നത്. യാതൊരുവിധ സുരക്ഷയും ഒരുക്കിയിട്ടില്ല. സുബ്രത സൈറ്റിൽ 2000 രൂപയടച്ച് രജിസ്റ്റർ ചെയ്ത ഒരു ടീമിനെ പങ്കെടുപ്പിക്കാതിരിക്കുകയും ചെയ്തു. മുൻ വർഷങ്ങളിൽ സബ് ജില്ലാ മത്സരത്തിന് ശേഷം ജില്ലയിൽ നിന്ന് ജയിക്കുന്ന ടീമിനെ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയായിരുന്നു. ആർക്കു വേണ്ടിയാണ് ഈ മത്സരങ്ങൾ നടത്തുന്നതെന്ന ചോദ്യം ഉയരുന്നു. നാളിതുവരെ ഒരു പരാതിക്ക് ഇടവരാതെ കായികാധ്യാപകർ ചേർന്ന് വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്ന ഒരു മത്സരമാണ് ഈ പരുവത്തിലാക്കിയിരിക്കുന്നത്. ഇതൊന്നും അധികാരികൾ കാണാതെ പോവുകയാണെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പാലക്കാട് വെച്ച് സംസ്ഥാന മത്സരത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് അത് നടത്താതെ വീണ്ടും ജില്ലയിലേക്ക് തിരിച്ചുവിടുകയുണ്ടായി. വളരെയേറെ ദൂരം യാത്ര ചെയ്താണ് പല ടീമുകളും പാലക്കാട് എത്തിച്ചേർന്നതെന്ന് മത്സരാർത്ഥികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ണപ്പുറത്ത് വീണ്ടും മോഷണം. കാഞ്ഞിരങ്ങാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി മോഷണം പോയി. ക്ഷേത്രത്തിലെ തെക്കേ നടയിലെ ഗണപതി കോവിലിന് മുന്നിലെ കാണിക്കവഞ്ചിയാണ് മോഷണം പോയത്. ബുധനാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. വ്യാഴാഴ്ച രാവിലെ പൂജകൾക്കായി എത്തിയ വിശ്വാസികളാണ് വിവരം ക്ഷേത്രം ജീവനക്കാരെ അറിയിച്ചത്. കാളിയർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വണ്ണപ്പുറത്ത് വീണ്ടും മോഷണം. വണ്ണപ്പുറം കാഞ്ഞിരക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും തെക്കേച്ചിറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും കാണിക്കവഞ്ചി മോഷണം പോയി. കാഞ്ഞിരക്കാട്ട് ക്ഷേത്രത്തിലെ തെക്കേ നടയിലെ ഗണപതി കോവിലിന് മുന്നിലെ കാണിക്കവഞ്ചിയാണ് മോഷണം പോയത്. ബുധനാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. ബുധനാഴ്ച വൈകിട്ട് 7:30 നടയടച്ച് ശാന്തി ഉൾപ്പെടെയുള്ളവർ പോയത്. ഇതിനുശേഷമാണ് മോഷണം നടന്നതെന്ന് കരുതുന്നതായും 1 വർഷം മുൻപ് വിളക്ക് മോഷണം നടന്നതായും ക്ഷേത്രം പ്രസിഡന്റ് VS ബൈജു പറഞ്ഞു. ഇവിടെ ഇതിനു മുമ്പ് ഒരു 2 വർഷം മുൻപ് ഇതിൻ്റെ അകത്തുനിന്നൊരു വലിയ വിളക്ക് അതെടുത്തുകൊണ്ട് പോയിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് ഈ താഴെ പറമ്പിൽ കിടന്ന് കിട്ടി. വലിയ വിളക്കാണ്. ഇതിപ്പോൾ പെട്ടിയാണേലും അങ്ങനെ കൊണ്ടുപോകാൻ അകലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് തൂക്കി പിടിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ അടുത്ത പ്രദേശത്തോടെയെങ്കിലും ചിലപ്പോൾ കാണും. ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നോക്കിയിട്ട് കണ്ടില്ല. രാവിലെ 5 മണിക്കാണ് നട തുറക്കണേ. 5 മണിക്ക് നട തുറന്നിട്ട് വൈകുന്നേരം 7:30 ആകുമ്പോൾ 11 മണിക്ക് അടച്ചിട്ട് ഉച്ചയ്ക്ക് 11 മണിക്ക് നട അടയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ 4 മണി കഴിയുമ്പോൾ ഇവിടെ ആളുണ്ടാവും. പിന്നെ 7:30 ആകുമ്പോൾ നട അടയ്ക്കും. വ്യാഴാഴ്ച രാവിലെ എത്തിയ വിശ്വാസികളാണ് വിവരം ക്ഷേത്രം ജീവനക്കാരെ അറിയിച്ചത്. വണ്ണപ്പുറം തെക്കേച്ചിറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും ഭണ്ഡാരങ്ങളിൽ നിന്നും പണം മോഷണം പോയതായി ഭരണസമിതി അറിയിച്ചു. കാളിയർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. ജനാധിപത്യ രീതിയിൽ ഇലക്ഷന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നടത്തിയത്. സ്കൂളിലെ സെമിനാർ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ഇലക്ഷന് അധ്യാപകർ നേതൃത്വം നൽകി. നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. ജനാധിപത്യ രീതിയിൽ ഇലക്ഷന്റെ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നടന്നത്. നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുവാനും പിൻവലിക്കുവാനും ഇലക്ഷൻ പ്രചരണത്തിനുമെല്ലാം കുട്ടികൾക്ക് അവസരം നൽകി. സെമിനാർ ഹാളിൽ വെച്ചാണ് ഇലക്ഷൻ നടന്നത്. അധ്യാപകർ നേതൃത്വം നൽകി. കുട്ടികളുടെ പേരും നമ്പറും വിളിച്ച് വോട്ട് ചെയ്തതിന്റെ അടയാളവും വിരലിൽ രേഖപ്പെടുത്തി. കുട്ടികൾക്ക് ബാലറ്റ് പേപ്പർ വഴിയാണ് ഈ വർഷം ഇലക്ഷൻ നടത്തിയത്. അനന്തു കൃഷ്ണ പ്രശാന്ത് സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ ചെയർപേഴ്സണായി ജിസ്ന ജിൻഡോയും. ശിവദ മഹേഷൻ, ക്രിസ്റ്റി ഷിൻഡോ, അയോണ സാബു, ഇവാനിയ തോമസ്, ആമി റോസ്, അജോയ്, അനശ്വര സന്തോഷ്, സ്നേഹ സജി, ജിസ്ന ജിൻഡോ, അനന്തുകൃഷ്ണ പ്രശാന്ത്, ആകാശ് സാബു എന്നിവരാണ് ക്ലാസ് ലീഡർമാർ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ്, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഈ വർഷത്തെ PTA ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി 10 ലക്ഷം രൂപ സർവശിക്ഷ കേരള ഫണ്ട് മുടക്കി നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെയും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 22 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച സ്കൂൾ അങ്കണത്തിന്റെയും ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും PTA ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ വർണ്ണക്കൂടാരത്തിന്റെയും അങ്കണ നവീകരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. അകം കളിയിടത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ്, പുറം കളിയിടത്തിന്റെ ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് എന്നിവരും നിർവഹിച്ചു. ഇടുക്കി SSKയുടെ DPC AM ഷാജഹാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് NR സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ U പ്രിയ സ്വാഗതവും ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് VK ആറ്റ്ലി നന്ദിയും രേഖപ്പെടുത്തി. കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട്ട്, റോയി പാലക്കാട്ട്, ഷിജി ജെയിംസ്, അജി കാട്ടുമന, അനീഷ് മാത്യു, ഫിലോമിനാസ് കറിയ, AM ലൈല, CJ തോമസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തി. KT കുഞ്ഞ്, റോയി പാലക്കാട്ട് എന്നിവർ നേതൃത്വം നൽകുന്ന PTA SMC കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കല്ലാനിക്കൽ സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. 4 ക്ലാസുകളിൽ നിന്നായി 12 വിദ്യാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. 136 വിദ്യാർത്ഥികളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിനും ഫലപ്രഖ്യാപനത്തിനും ശേഷം നടന്ന പ്രത്യേക അസംബ്ലിയിൽ ക്ലാസ് ലീഡർമാർക്ക് പ്രിൻസിപ്പാൾ ഡോക്ടർ സാജൻ മാത്യു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മധുരം വിതരണം ചെയ്തു. പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആതിര V, സിന്ധു P, അവിനാശ്, നിഷാന്ത്, അപർണ വിനോദ് എന്നിവർ വിജയിച്ചു. പോളിംഗ് ബൂത്ത് ഉൾപ്പെടെ എല്ലാവിധ സംവിധാനങ്ങളും പൊതു തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഒരുക്കിയിരുന്നു. പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനും പിൻവലിക്കുന്നതിനും ചിഹ്നം അനുവദിക്കലും പ്രചരണത്തിനുമുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. 4 ക്ലാസുകളിൽ നിന്നായി 12 വിദ്യാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. രാവിലെ 10 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. പോളിംഗ് ഓഫീസർമാർ, പ്രിസൈഡിംഗ് ഓഫീസർ, ബൂത്ത് ഏജന്റുമാർ എന്നിവരുടെ ചുമതല വിദ്യാർത്ഥികൾ തന്നെ നിർവഹിച്ചു. റിട്ടേണിംഗ് ഓഫീസറായി സീനിയർ അസിസ്റ്റന്റ് റെൻസി ജോൺസണും ചുമതല വഹിച്ചു. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ മനസ്സിലാക്കുവാനും നേരിട്ട് അനുഭവിക്കാനുമായതിന്റെ സന്തോഷം വിദ്യാർത്ഥികൾ പങ്കുവച്ചു. പൊതു തെരഞ്ഞെടുപ്പ് രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഇത് നല്ലൊരു അനുഭവമായിരുന്നു. തെരഞ്ഞെടുപ്പ് രീതികളൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. 4 ബൂത്തുകളിലായി 136 വിദ്യാർത്ഥികളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 1 മണിയോടെ ഫലം പ്രഖ്യാപിച്ചു. ഫസ്റ്റ് ഇയറിൽ നിന്നും ആതിര Vയും ഹ്യൂമാനിറ്റീസിലെ സിന്ധു Pയും വിജയിച്ചു. സെക്കൻഡ് ഇയറിൽ നിന്നും അവിനാശ്, നിഷാന്ത്, അപർണ വിനോദ് എന്നിവർ വിജയിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രത്യേക അസംബ്ലിയിൽ ക്ലാസ് ലീഡർമാർക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ടൗൺ ലയൺസ് ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പദ്ധതികളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318 സിയുടെ മുൻ ഗവർണർ ഡോക്ടർ ജോസഫ് മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനം നടത്തി. തൊടുപുഴ ടൗൺ ലയൺസ് ക്ലബിന്റെ 2025-2026 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് 318 സിയുടെ മുൻ ഗവർണർ ഡോക്ടർ ജോസഫ് മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. അത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഒരു സ്കൂളിൽ വന്ന് ഞാനത് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് നമ്മുടെ ചാർട്ടർ പ്രസിഡന്റ്. അദ്ദേഹത്തോട് സേവനത്തെക്കുറിച്ചൊന്നും പറയണ്ട. നല്ല സേവന പ്രവർത്തനങ്ങൾ ഇക്കൊല്ലം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. നമ്മുടെ ഫണ്ട്സ് ഉപയോഗിച്ച് നമുക്ക് എത്ര പറ്റും എന്നുള്ളത് നോക്കുക. മാക്സിമം ശ്രമിക്കുക. ഡിസ്ട്രിക്റ്റ് വെച്ചിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, ഇൻ്റർനാഷണൽ പറയുന്ന 8-9 മേഖലകളിലുള്ള സേവന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള നല്ലൊരു ശ്രമം നടത്തുക, ചെയ്യുക.
ഡോക്ടർ വിനീത് പണിക്കർ പ്രസിഡന്റായും മനോജ് കെ വി സെക്രട്ടറിയായും ജോസ് മാത്യു നീരോലിക്കൽ ട്രഷററായും ചുമതലയേറ്റു. കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യുവിന് സാനിറ്ററി നാപ്കിൻ ഇൻസിനേറ്റർ നൽകിക്കൊണ്ട് 2025-2026 വർഷത്തെ സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം നിർവഹിച്ചു. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അവസരത്തിൽ ലയൺസ് ക്ലബിൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ സ്വന്തമായിട്ട് തന്നെ ഞാൻ 20 വർഷക്കാലമായി ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിക്കാണ് ഈ വർഷത്തെ സർവീസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി ലയൺസ് ക്ലബ്ബ് വീട് നൽകുന്നത്. അതിൻ്റെ കല്ലിടൽ ചടങ്ങിൽ കൂടി പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ആ സമയത്ത് കിട്ടി. എഞ്ചിനീയർ ആനി മനോജ് പുതിയ അംഗങ്ങളെ ഇൻഡക്ട് ചെയ്തു. മുൻ പ്രസിഡന്റ് വർഗീസ് ഉതുപ്പ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ റീജിയണൽ ചെയർപേഴ്സൺ സൈജൻ സ്റ്റീഫൻ, സോൺ ചെയർപേഴ്സൺ CC അനിൽകുമാർ, ഡിസ്ട്രിക്ട് എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ സണ്ണിച്ചൻ M സെബാസ്റ്റ്യൻ, ചാർട്ടർ പ്രസിഡന്റ് ജോസ് മഠത്തിൽ, ആദർശ്, ഡോക്ടർ സുനിൽ എന്നിവർ ആശംസകൾ നേർന്നു. മുൻ സെക്രട്ടറി ബൈജു VT സ്വാഗതവും സാവിൻ S നന്ദിയും രേഖപ്പെടുത്തി. ലയൺസ് ക്ലബിന്റെ സ്വപ്ന വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിന്റെ പണി പൂർത്തിയാക്കി ഓണത്തിന് ഗുണഭോക്താവിന് ഓണസമ്മാനമായി നൽകുമെന്ന് പുതിയ പ്രസിഡന്റ് ഡോക്ടർ വിനീത് പണിക്കർ യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുതലക്കുളം സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. ഇലക്ഷൻ വാർത്തകൾ കുട്ടികളിൽ തത്സമയം എത്തിക്കുന്നതിന് സ്കൂൾ റേഡിയോയും സജീവമായിരുന്നു. കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി റവറൻ മാത്യു മുണ്ടയ്ക്കൽ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുനി M കുര്യൻ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. മുതലക്കോടം ഗേൾസ് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. ഇലക്ട്രോണിക് വാഷിംഗ് മെഷീൻ സിസ്റ്റം വഴിയാണ് കുട്ടികൾ തങ്ങളുടെ സമ്മതിദാനം വിനിയോഗിച്ചത്. കുട്ടികൾ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത്. ഇലക്ഷൻ വാർത്തകൾ കുട്ടികളിൽ തത്സമയം എത്തിക്കുന്നതിന് സ്കൂൾ റേഡിയോയും സജ്ജമാക്കിയിരുന്നു. കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടയ്ക്കൽ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുനി M കുര്യൻ, PTA പ്രസിഡന്റ് ജിൽസൺ പീറ്റർ, MPTA പ്രസിഡന്റ് ഷെറിൻ ബെന്നി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ ലീഡറായി ആൻ പ്രൈസ് M സൈനുവും ഡെപ്യൂട്ടി ലീഡറായി സോന സാജുവും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലൂരിൽ തെരുവുനായ ആക്രമിച്ചതിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അനാവശ്യ പ്രതിഷേധമെന്ന ആരോപണം. തൊടുപുഴ ഈസ്റ്റ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി ദേശീയഗാന മത്സരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയതലത്തിൽ സംയുക്ത കിസാൻ മോർച്ചയും 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സംയുക്തമായി ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പ്രതിഷേധത്തിന്റെ ഭാഗമായി തൊടുപുഴയിലും പ്രതിഷേധം നടത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെയും US പ്രസിഡന്റിന്റെയും കോലം കത്തിച്ചു. സ്കൂളിന് മുന്നിലൂടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന ആവശ്യവുമായി മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കത്തോലിക്ക കോൺഗ്രസ് മുതലക്കോടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വാൻ 25 എന്ന പേരിൽ വാക്കത്തോൺ സംഘടിപ്പിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.